രാത്രിയും പകലുമില്ലാതെ വയനാടിൻ്റെ ജീവിതത്തിലേക്ക് ദുരിതങ്ങൾ പെയ്തിറങ്ങുകയാണ്. പിന്നെയും പിന്നെയും നിങ്ങൾക്കറിയുന്നത് പോലെ ഇന്ന് ഒരുപാട് വാർത്തകൾ പ്രേക്ഷകരുമായി പ്രഭാതത്തിൽ തന്നെ നമുക്ക് പങ്കുവയ്ക്കാനുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റായുള്ള വിവരങ്ങളുമായിട്ട് വയനാട്ടിൽ ക്യാമ്പ് ചെയ്യുന്ന, പ്രത്യേകിച്ച് മുണ്ടകയിലും ചൂരൽമലയിലും ക്യാമ്പ് ചെയ്യുന്ന നമ്മുടെ റിപ്പോർട്ടേഴ്സ്, ഒരുപാട് പ്രതികൂലമായ കാലാവസ്ഥയാണെങ്കിൽ പോലും അവർ അവിടെ നിന്ന് യഥാവിധം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രേക്ഷകർക്ക് അറിയേണ്ട എല്ലാ വിവരങ്ങളും, വയനാടിന് പുറത്തുള്ള ആളുകൾക്ക് അറിയേണ്ട എല്ലാ വിവരങ്ങളും നമ്മൾ പ്രേക്ഷകരെ യഥാവിധം ഓരോ മിനിറ്റിലും അറിയിച്ചു കൊണ്ടിരിക്കും. ഉരുൾപൊട്ടലുണ്ടായ വയനാട് മുണ്ടക്കയിലും ചൂരൽമലയിലും മറ്റ് പ്രദേശങ്ങളിലുമൊക്കെ കാണാതായ ആളുകൾക്കുള്ള തെരച്ചിൽ തുടരുകയാണ്. ഈ തെരച്ചിൽ 3-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നെഞ്ചിടിപ്പോടെ മാത്രമേ നമുക്ക് ക്യാമറയെ പോലും അഭിമുഖീകരിക്കാൻ കഴിയൂ. ഇത്രയും വലിയൊരു ദുരന്തം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. മാത്രമല്ല, മണ്ണിടിച്ചിലുണ്ടായ ഉത്തരാഖണ്ഡിലുണ്ടായ അത്യാഹിതത്തെക്കാളും ഏറ്റവും വലിയ അപകടമാണ് നമ്മുടെ ഈ കൊച്ചു മണ്ണിലുണ്ടായത് എന്നുള്ള കാര്യം നമ്മൾ വളരെ സങ്കടത്തോടെ മാത്രമാണ് യോജിക്കുന്നത്. ഈ അവസരത്തിൽ നമുക്ക് പരസ്പരം കുറ്റപ്പെടുത്താനോ ചെളിവാരി എറിയാനോ സാഹചര്യമല്ല. മണ്ണിനടിയിൽ കുടുങ്ങിപ്പോയ ആളുകളെയും അതേപോലെ പടുകൂറ്റൻ കെട്ടിടങ്ങൾ നിലംപതിച്ചപ്പോഴും, വലിയ വലിയ കെട്ടിടങ്ങൾ തകർന്ന് തരിപ്പണമായപ്പോഴും അതിൻ്റെ അടിയിൽ മനുഷ്യജീവനുണ്ടോ എന്ന് പരിശോധിക്കേണ്ട സമയമാണിത്. കൈയും മെയ്യും മറന്ന് രാപകൽ ഭേദമില്ലാതെ നമ്മൾ പ്രവർത്തിക്കേണ്ട ഒരു സമയത്ത് നമ്മൾ എത്ര പ്രധാനപ്പെട്ട പ്രശ്നമാണെങ്കിലും ആശയ സംഘടനമായാലും അതിനൊക്കെ അവധി കൊടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കൂടുതൽ യന്ത്ര സഹായത്തോടെ ഇന്ന് 3-ാം ദിവസം തെരച്ചിൽ കൂടുതൽ ശക്തമാകും എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ബംഗളൂരിൽ നിന്ന്, സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കൂടുതൽ സൈനികർ ഇന്ന് ദുരന്ത മേഖലയിൽ വരികയാണ്. ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം ഇന്ന് വൈകുന്നേരത്തോടെ സൈന്യം പൂർത്തിയാക്കുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ പാലത്തിന് സമാന്തരമായി 60 അടി നീളത്തിൽ രക്ഷാപ്രവർത്തകർ നിർമ്മിച്ച നടപ്പാലം സജ്ജമായി എന്നുള്ളതും ഒരു ആശ്വാസകരമായ വാർത്തയാണ്. ചാലിയാർ പുഴ നിങ്ങൾക്കറിയാം, ഈ ചാകുന്ന പുഴ പോലെയായി ചാലിയാർ പുഴ, മൃതദേഹങ്ങൾ ഒഴുകി നടക്കുന്ന ഒരു പുഴ. 44 നദികൾ ഒഴുകുന്ന ഈ സംസ്ഥാനത്ത് ചാലിയാർ പുഴ നമ്മുടെ കണ്ണീരിലേക്ക് ഒഴുകി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം. മണ്ണിനടിയിലെ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ സ്നിപ്പർ ഡോഗുകളും ഉപയോഗിക്കപ്പെടും. ഈ ഡോഗുകളൊക്കെ തന്നെ ഇപ്പോൾ വയനാട്ടിലുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഏറ്റവും നല്ല തീരുമാനമാണ് സർവകക്ഷി യോഗം വിളിക്കാൻ. മുഖ്യമന്ത്രി ഇന്ന് വയനാട്ടിൽ എത്തുന്നുണ്ട്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇന്ന് എത്തും ദുരന്ത ഭൂമിയിൽ. ഒരുപക്ഷെ ഇവരുടെയൊക്കെ സാന്നിധ്യം നമുക്ക് കുറച്ചുകൂടി ആശ്വാസം പകരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അത്യാവശ്യമില്ലാത്ത VVIPകൾ തീർച്ചയായിട്ടും ഡിസാസ്റ്റർ ടൂറിസത്തിലേക്ക് മുഖം കുത്തി വീഴരുത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. നമ്മുടെ റിപ്പോർട്ടേഴ്സ് എല്ലാം സജ്ജമായിരിക്കും. നിങ്ങൾക്കറിയാം, ആഷ്മി താജ് ഇബ്രാഹിം പറഞ്ഞതുപോലെ ഈ ഏറ്റവും വലിയ നൊമ്പരങ്ങളിലൂടെ വയനാട്ടിലെ ജനങ്ങൾ കടന്നു പോകുമ്പോൾ അവർക്കൊപ്പം ചേർന്ന് നിൽക്കാനും അവർക്ക് ആശ്വാസം എത്തിക്കുവാനും ജില്ലാ ഭരണകൂടത്തിനൊപ്പം, സംസ്ഥാന സർക്കാരിനൊപ്പം, ദേശീയ സർക്കാരിനൊപ്പം 24-ഉം ഉണ്ടാകുമെന്ന് നമ്മൾ ആദ്യമേ തന്നെ പറയട്ടെ. ഒരുപക്ഷെ ഈ മനസാക്ഷി മരവിച്ചു പോകുന്ന ഒരുപാട് സംഭവങ്ങൾക്ക് നമ്മൾ സാക്ഷിയാകുന്നു എന്നത് വല്ലാതെ നമ്മളെ കിന്നരാക്കുന്നു. മാത്രവുമല്ല, ഒരു നെഞ്ചിടിപ്പോടെ മാത്രമേ നമുക്ക് അവിടെ നിന്നുള്ള ഓരോ സംഭവം റിപ്പോർട്ട് ചെയ്യാൻ കഴിയൂ. ഇപ്പോൾ ഷെഫീദ് റാവുത്തർ നമുക്കിപ്പോൾ മുണ്ടകയിൽ നിന്ന് ചേരുകയാണ്. ഷെഫീദ്, ബെയിലി പാലത്തിന് സമീപമാണ് ഇപ്പോൾ ഷെഫീദ് ഉള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഷെഫീദ്, ഈ പാലത്തിൻ്റെ നിർമ്മാണം വളരെ വേഗത്തിൽ നടക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരുപക്ഷെ ഈ പാലം പൂർത്തിയാകുന്നതോടെ കുറച്ചുകൂടി നമുക്ക് ഉപകരണങ്ങൾ അപ്പുറത്തെത്തിക്കാൻ കഴിയും. അതോടെ തെരച്ചിലിന് കുറച്ചുകൂടി ആക്കം കൂടും, വേഗം കൂടും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പറയൂ സുർജിത്ത് അയ്യപ്പത്ത്, പറയൂ ഷെഫീദ് റാവുത്തർ, പറയൂ. ഈ ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാനാണ് നിലവിൽ ഇപ്പോൾ ഈ ആർമി സംഘം ശ്രമിക്കുന്നത്. ഇന്ന് രാത്രി നമ്മൾ ഇന്നലെ തൊട്ട് കണ്ടതാണ്. ഇന്നലെ രാത്രിയും അതേപോലെ തന്നെ ഇന്നതാ ഈ സമയം വരെ അഹോരാത്രം ജലപാനമില്ലാതെ ഈ മനുഷ്യർ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുകയാണ്. എത്രയും പെട്ടെന്ന് ഈ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായാൽ നമുക്ക് മുണ്ടക്കൈ ഭാഗത്തേക്ക് ഒരു കണക്ടിവിറ്റി കിട്ടും. കഴിഞ്ഞ ദിവസം തൊട്ടപ്പുറത്തൊരു താൽക്കാലിക പാലം നമ്മൾ കണ്ടതാണ്. പക്ഷേ ആ താൽക്കാലിക പാലം കുറച്ചൊന്ന് വെള്ളം ഉയർന്നപ്പോൾ അത് മുങ്ങിപ്പോകുന്ന അവസ്ഥയും ഉണ്ടായി. അതിൻ്റെ റിസ്ക് ഫാക്ടർ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ബെയിലി പാലം എത്രയും പെട്ടെന്ന് നിർമ്മാണം പൂർത്തിയാക്കാൻ നിലവിൽ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഏതാണ്ട് 70% ആകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇതിൽ ഇനി അവശേഷിക്കുന്ന 2 പണികൾ മാത്രമാണുള്ളത്. അതിലൊന്ന് തൂണുറപ്പിക്കണം. അതായത് പുഴയിൽ പ്ലാറ്റ്ഫോം നിർമ്മിച്ച പാലത്തിൻ്റെ ബലമുറപ്പിക്കാനുള്ള തൂൺ സ്ഥാപിക്കാനുള്ള ഒരു നീക്കം നടക്കുന്നുണ്ട്. മാത്രവുമല്ല, അതിനുശേഷം നമുക്ക് ഈ കാണുന്ന സ്പേസിൽ നമ്മൾ ആ ഹെലിക്യാം വിഷ്വലിലൊക്കെ നമ്മൾ കണ്ടതാണ്. സ്കേന കാണുന്ന സ്പേസിൽ ഇരുമ്പ് തകിടുകൾ വിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് JCB, ഹിറ്റാച്ചി, മറ്റ് യന്ത്രസാമഗ്രികളുമായി അപ്പുറത്തേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. അപ്പുറത്തേക്ക് കടന്നാൽ മാത്രമേ നമുക്കിപ്പോൾ സർക്കാരിൻ്റെ തന്നെ അനൗദ്യോഗിക കണക്കിലടക്കമുണ്ട് 240 പേരെ കാണാനുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ ദുരന്തത്തിൽ എത്രത്തോളം വ്യാപ്തിയുണ്ട്
മറ്റു മനുഷ്യരെവിടെ എന്നുള്ള കാര്യം കണ്ടെത്തണമെങ്കിൽ ഈ പാലത്തിൽ കൂടി നമുക്ക് മുണ്ടക്കൈ ഭാഗത്തേക്ക് പോകണം. ചൂരൽമലയിൽ നിന്നും മുണ്ടക്കൈ ഭാഗത്തേക്ക് പോകണം. ആ ഒരു കണക്ടിവിറ്റിയാണ് ഇപ്പോൾ ഇന്ത്യൻ ആർമി കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി അവരുടെ വലിയ ശ്രമം കൊണ്ടവർ നടത്തുന്നത്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതിലൊന്ന് ഒരു സ്ഥലത്ത് ബെയിലി പാലത്തിന് നിർമ്മാണം നടക്കുന്നു, മറുഭാഗത്താകട്ടെ അപ്പുറത്തൊരു താൽക്കാലിക ഇതുള്ള ഒരു താൽക്കാലിക പാലം നിർമ്മിച്ചു. അവിടേക്ക് ഇപ്പോൾ തന്നെ ആർമി സംഘങ്ങളടക്കം മറുഭാഗത്തേക്ക്, പുഴയുടെ മറുഭാഗത്തേക്ക് കടന്നിട്ടുണ്ട്. അവർ നമ്മുടെ രാഹുൽ വി എസ് ആ ക്യാമറ ദൃശ്യങ്ങളൊന്ന് സൂം ചെയ്ത് കാണിക്കും. നമ്മളിന്ന് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ തന്നെ കണ്ടതാണ്. കരങ്ങി മറിഞ്ഞ കണ്ണുകളുമായി വേദനയോടെ തങ്ങളുടെ പ്രിയപ്പെട്ടവർ എവിടെയെന്ന് അന്വേഷിക്കുന്ന മനുഷ്യർ. ക്യാമ്പുകളിലും ആശുപത്രികളിലും ഒക്കെ പോയി പ്രതീക്ഷയേറ്റ് വീണ്ടും ഇതേ ഭാഗത്തേക്ക് മടങ്ങിയെത്തിയ മനുഷ്യരുണ്ട്. ആ മനുഷ്യരൊക്കെ ആ ഭാഗങ്ങളിൽ തിരച്ചിൽ നടത്തുകയാണ്. ആർമി സംഘമുണ്ട്. ആർമി സംഘം 6:30 അവരുടെ തിരച്ചിൽ ആരംഭിച്ചു. മറ്റ് റെസ്ക്യൂ സംഘങ്ങളുണ്ട്, പോലീസും ഫയർഫോഴ്സും അടക്കമുള്ള മറ്റ് സംഘങ്ങളുണ്ട്, സന്നദ്ധ പ്രവർത്തകരുണ്ട്. അവരൊക്കെ മുണ്ടക്കൈ ഭാഗത്തേക്ക് പോവുകയാണ്. പ്രദേശവാസികളുണ്ട്. അവർക്കൊപ്പം തങ്ങളുടെ പ്രിയപ്പെട്ടവർ എവിടെയെന്നറിയാതെ വിലപിക്കുന്ന മനുഷ്യർ കൂടി ഉണ്ട്. അവരും അവിടെ തിരച്ചിൽ നടത്തുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അത്രത്തോളം വേദന നിറഞ്ഞ കാഴ്ചകൾ അത് നമുക്ക് ഈ ചൂരൽമലയിലെ മുണ്ടക്കൈ ഭാഗത്തേക്കൊക്കെ കാണാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്കെയിൻ ഈ കുതിച്ചുയരുന്ന 250 മുകളിലേക്ക് പോകുന്ന മരണക്കണക്കത് കേരളത്തെ സംബന്ധിച്ച് ഞെട്ടിക്കുന്നതാണ്, നമ്മളെ സംബന്ധിച്ച് ഞെട്ടിക്കുന്നതാണ്. ഈ ദുരന്തമുഖത്ത് നമുക്ക് ഒറ്റക്കെട്ടായി നിന്ന് എങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ള കാര്യം അത് ഇവിടെ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾ തെളിയിക്കുന്നുണ്ട്. പ്രതികൂല കാലാവസ്ഥയാണ്. നമുക്കറിയാം, മുണ്ടക്കൈക്ക് മുകളിലേക്ക് മല പെയ്താൽ, അട്ടമല അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് മല പെയ്താൽ വീണ്ടും ഇവിടെ രക്ഷാപ്രവർത്തനത്തിനടക്കം തടസ്സമുണ്ടാകുന്ന സാഹചര്യമുണ്ടാകും. കാരണം അത്രത്തോളം വെള്ളം ഇങ്ങനെ കുത്തി ഒഴുകും. എസ്കേൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ചാലിയാർ പുഴ എത്രത്തോളം മൃതദേഹങ്ങളുമായി പോയി എന്നുള്ളത് നമ്മൾ ആ കണക്കുകളിൽ നിന്ന് വ്യക്തമായ ഒരു കാര്യമാണ്. അപ്പോൾ ആ രീതിയിലുള്ള പ്രതിസന്ധികൾ മാത്രമാണ് ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് നമുക്ക് മുൻപിലുള്ളത്. സകല പ്രതിസന്ധികളെയും തരണം ചെയ്ത് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. രാവിലെ 6 മണിക്ക് ആർമി കോളംസ് പരിശോധനയ്ക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞെങ്കിലും 6 മണിക്ക് അവർക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ല. കാരണം അത്രത്തോളം കോടമഞ്ഞുണ്ടായിരുന്നു. രാവിലെ ഒരു 4 മണി 4:30 സമയത്ത് ഈ ഭാഗത്ത് മഴയുണ്ടായിരുന്നു. പുലർച്ചെ 4 മണി 4:30 ഭാഗത്ത് ഈ ഒരു സ്ഥലത്ത് മഴയുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിലുള്ള പ്രതിസന്ധികൾ മാത്രം നമുക്ക് മുൻപിലുണ്ട്. ഏതായാലും ബെയിലി പാലമാണ് നമുക്ക് മുൻപിലുള്ള ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു ഘട്ടം. കാരണം ഈ ബെയിലി പാലത്തിന് നിർമ്മാണം പൂർത്തിയായാൽ നമുക്ക് JCBകൾ, ഹിറ്റാച്ചുകൾ, മറ്റ് യന്ത്രസാമഗ്രികൾ അത് മുണ്ടക്കൈ ഭാഗത്തേക്ക് കൊണ്ടുപോകാം. ഇപ്പോൾ ഏതാണ്ട് 3 JCBകൾ അത് അപ്പുറത്തെ വശത്തുണ്ട്. അതായത് ഈ പുഴയ്ക്ക്, ഈ പാലത്തിന് അപ്പുറത്തുണ്ട്. അപ്പോൾ അതുപയോഗിച്ചുള്ള തെരച്ചിലും കാര്യങ്ങളുമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും അത് നമുക്ക് മതിയാവില്ല. ആർമിയുടെ മാത്രം ഏതാണ്ട് 5ഓളം ഹിറ്റാച്ചുകൾ അപ്പുറത്തേക്ക് നമുക്ക് എത്തിക്കാനുണ്ട്. ആർമി സംഘങ്ങൾക്കൊപ്പം അവരുടെ കഡാവർ ഡോഗുകൾ കൂടി ഉണ്ടാകും. അതടക്കം ഉപയോഗിച്ചുകൊണ്ടായിരിക്കും അവർ തെരച്ചിൽ നടത്തുക. ഏതായാലും ഈ ദുരന്ത ഭൂമിയിലെ കാഴ്ച അത്യന്തം വേദനിപ്പിക്കുന്നതാണ്. പ്രിയപ്പെട്ട മനുഷ്യരെ അവർ മണ്ണിനടിയിലാണോ, വലിയ മൺകൂനകൾക്കും ചളിക്കും നടുവിലാണോ, പാറക്കെട്ടുകൾക്ക് നടുവിലാണോ എന്ന വേദനയോടെ വിലപിക്കുന്ന മനുഷ്യരുണ്ട്. ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി അത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം നമ്മളിതാ ഒരു ദുഃഖചിത്രമായി ഇവിടെ കാണുകയാണ്. മറുകരയിലേക്ക് നമുക്ക് ആ ദൃശ്യങ്ങൾ പോവുകയാണെങ്കിൽ സ്കെയിൻ അവിടേക്ക് പോകുന്നുണ്ട്. സന്നദ്ധ പ്രവർത്തകരുണ്ട്, ആരോഗ്യ പ്രവർത്തകരുണ്ട്. ഇന്ത്യൻ ആർമി നേരത്തെ തന്നെ അവരുടെ ഒരു സംഘം അങ്ങോട്ടേക്ക് പോയി. അവിടെയൊക്കെ ഇവർക്ക് പ്രിയപ്പെട്ട പ്രാദേശികമായ ആളുകൾക്ക്, അവർക്ക് അറിയാവുന്ന അവിടുത്തെ മുക്കിലും മൂലയും ഒക്കെ അറിയാവുന്ന ആളുകളാണ്. അവിടെയൊക്കെ അവർ പരിശോധന നടത്തും. ഈ ഉരുളിങ്ങനെ പൊട്ടി വന്നപ്പോൾ ഈ 2 കരയ്ക്കും താമസിച്ചിരുന്ന മനുഷ്യർ എങ്ങോട്ടേക്കൊക്കെ തെറിച്ചു വീണു എന്ന് നമുക്കറിയില്ല. ജീവന്റെ അവസാന തുടിപ്പ് മണ്ണിൽ അവശേഷിക്കും വരെ തിരച്ചിൽ എന്നുള്ളതാണ് നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയുന്ന കാഴ്ച. നമ്മളെ സംബന്ധിച്ച് ഇനിയും ഉയരരുതേ എന്നുള്ള, ഈ മരണസംഖ്യ ഇനിയും ഉയരരുതേ എന്നുള്ള ആഗ്രഹം നമുക്കുണ്ട്. പക്ഷേ ആ റിയാലിറ്റി സർക്കാർ തന്നെ അംഗീകരിക്കുന്നുണ്ട്. കാരണം ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി കൂടും, മരണസംഖ്യ കൂടിയേക്കും എന്നൊക്കെയുള്ള സൂചനകൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. പിഞ്ചു കുഞ്ഞുങ്ങളെയും കയ്യിലേന്തിക്കൊണ്ട് ഓടി വരുന്ന കാഴ്ചയൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ നിന്ന് കണ്ടതാണ്. സമാനമായി ഇന്നത്തെ രക്ഷാപ്രവർത്തനത്തിലും നമുക്ക് ആഗ്രഹിക്കാനുള്ളത് ആർക്കും അപകടങ്ങൾ ഉണ്ടാകരുത് എന്നുള്ളതാണ്. പക്ഷേ അതിനപ്പുറത്തേക്കൊരു റിയാലിറ്റി ഇവിടെയുണ്ട്. അത്രത്തോളമായിരുന്നു ആ മലപൊട്ടി, മുണ്ടക്കയിൽ നിന്ന് ഈ ഉരുള പൊട്ടി ഇങ്ങോട്ടേക്ക് ആർത്തടിച്ചുരച്ച് വന്നത്. ഏതായാലും അത് നമുക്ക് ആ കഴിഞ്ഞ ദിവസങ്ങളിലെ കണക്കുകൾ നമ്മൾ വ്യക്തമായി. എസ്കേൻ നമ്മളെ സംബന്ധിച്ചിട്ട് ഇവിടെ നമ്മൾ വേദനിക്കുന്ന മനുഷ്യരോടൊപ്പമാണ്. അവരിങ്ങനെ നിന്ന് വിലപിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതിനുമപ്പുറത്തേക്ക് ഒരു ഭാഗത്ത് താൽക്കാലിക പാലം, മറുഭാഗത്തേക്ക് ബെയിലി പാലം നിർമ്മാണം, ബെയിലി പാലം അതിന് അന്തിമഘട്ടത്തിലേക്ക് പോകുന്നു. പ്രേക്ഷകർ കാണുന്നത് ഈ മുണ്ടക്കൈ മേഖലയിലേക്ക് അങ്ങോട്ടേക്ക് പോവുകയാണ് രക്ഷാദൗത്യ പ്രവർത്തകർ. ഒരുപാട് പേർ, ഇന്നലെ 250 പേർ 4 സംഘങ്ങളായി പിരിഞ്ഞെങ്കിൽ ഇന്നിപ്പോൾ അതിൽ കൂടുതൽ ആൾക്കാരുണ്ട്. അതെല്ലാവരുമുണ്ട്. സേനാ വിഭാഗങ്ങൾ, NDRF സംഘാംഗങ്ങൾ, സന്നദ്ധ പ്രവർത്തകർ, സംഘടനകൾ. എസ് വിജയകുമാർ, ഇന്ന് ഈ തെരച്ചിലിൻ്റെ ഏറ്റവും ക്രൂഷ്യൽ ദിവസമാണെന്ന് പറയാൻ കാരണം മുണ്ടക്കൈ എന്ന് പറയുന്ന ഈ ദുരന്ത മേഖലയിലേക്ക് കൂടുതൽ യന്ത്ര സംവിധാനങ്ങൾ എത്തുന്നു എന്നുള്ളത് കൊണ്ടാണ്. 2 ഒന്ന്, അതിലെ പ്രത്യാശ ആരെങ്കിലും ജീവനോടെ ഉണ്ടോ എന്ന് അറിയാൻ കഴിയും. 2, നമ്മൾ 250 മുകളിൽ എന്ന മരണസംഖ്യ
അതിനു മുകളിലേക്കൊക്കെ പോകുമോ എന്ന ആശങ്കയും. വിജയകുമാർ. SKN ഹാഷ്മി, ഇന്നത്തെ തെരച്ചിൽ ഏറ്റവും നിർണായകമാകുന്നത് ഈ അപകടമുണ്ടായതിനു ശേഷം സമഗ്രമായ ഒരു ദൗത്യത്തിന് മുണ്ടക്കൈ അടക്കമുള്ള മേഖലകളിലേക്ക് ഇന്ന് രക്ഷാപ്രവർത്തകർക്ക് സജ്ജരായി എത്താൻ കഴിയുന്നു എന്നതാണ്. ഇന്നലെ തന്നെ ഇവിടെ നിന്ന് യന്ത്രസാമഗ്രികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണുമാന്തി യന്ത്രങ്ങളുടെ ഒരു നീണ്ട നിര അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു. 5-ലധികം വലിയ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഇതിനോടകം ആ ഭാഗത്തുണ്ട്, അവരുടെ ജോലി തുടങ്ങിയിട്ടുണ്ട്. അത് ഈ പുഴയിലെ ഒഴുക്കിനെ ഭേദിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന മണ്ണുമാന്തി യന്ത്രങ്ങളാണ് ഇന്നലെ അവിടെ എത്തിയത്. ഇന്നത്തെ ജോലിക്ക് ആ യന്ത്രങ്ങളുടെ വലിയ സഹായം മനുഷ്യന് കിട്ടും. അപ്പോൾ മനുഷ്യനും യന്ത്രങ്ങളും കൂടെ ചേർന്നിട്ടുള്ള ഒരു തെരച്ചിലാണ് മുണ്ടക്കൈ അടക്കമുള്ള മേഖലകളിൽ ഇന്ന് നടക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പുഴയുടെ ഇങ്ങേക്കരയാണ്. ഇന്നലെ വൈകിട്ട് വീണ്ടും കുത്തി ഒഴുകിയ പുഴയിൽ ഇപ്പോൾ നീരൊഴുക്കിന് ചെറിയ ശമനമുണ്ടെങ്കിലും കാര്യമായ ഒഴുക്ക് ഇപ്പോഴുമുണ്ട്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ഈ പുഴയിലെ ഒഴുക്ക്. ആ ഒഴുക്കിനെ അതിജീവിച്ചുകൊണ്ട് അവഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആർമിയുടെ അവരുടെ ജോലി നടക്കുന്നത്. ആ പാലം, താൽക്കാലിക പാലം നിർമ്മിക്കുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടി പാലം സജ്ജമാകുമെന്നും ആ പാലത്തിലൂടെ ഗതാഗതം സാധ്യമാകുമെന്നാണ് ആർമി അറിയിച്ചത്. അപ്പോൾ അത് വേഗത്തിൽ അത് പൂർത്തിയാക്കുകയാണ്. അശ്രാന്ത പരിശ്രമം എന്ന് പറയാം. രാത്രി വിശ്രമമില്ലാതെ അവർ ഓരോ സംഘങ്ങളായി തിരിഞ്ഞ് ജോലി ചെയ്യുകയാണ്. നമ്മൾ ഇന്നലെ പോകുമ്പോൾ ഈ പാലത്തിൻ്റെ ഒരു ഭാഗം ഈ കരയിലേക്ക് വന്നിരുന്നില്ല. ഇപ്പോൾ ഇങ്ങക്കരയിലേക്ക് ആ പാലത്തിൻ്റെ ഒരു ഭാഗം എത്തിയിട്ടുണ്ട്. ഈ പാലത്തിന് തൊട്ടപ്പുറത്ത് തന്നെ ആർമി മറ്റൊരു താൽക്കാലിക പാലം കൂടി ക്രമീകരിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ആ പാലത്തിലൂടെയാണ് ഈ പുഴ കടന്ന് ഇക്കരയിലേക്ക് എത്തിയത്. അങ്ങേ ഭാഗത്ത് അപ്പുറത്ത് മറ്റൊരു താൽക്കാലിക പാലം ഇതിനോടകം ആർമി ഉണ്ടാക്കിയിരുന്നു. അതും പ്രവർത്തന സജ്ജമാണ്. ചുരുക്കത്തിൽ 2 താൽക്കാലിക പാലങ്ങളിലൂടെ ആർമി രക്ഷാപ്രവർത്തകരെയും ഒക്കെ ഇക്കരയ്ക്ക് കടത്തിവിടുന്നുണ്ട്. മറ്റു ബെയിലി പാലം അത് നിർമ്മാണം അതിൻ്റെ അവസാന അടുക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ വരുന്ന വഴിയിലൊക്കെ പലയിടങ്ങളിലായി വലിയ യന്ത്രങ്ങൾ എന്ന് വെച്ചാൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഇവിടേക്ക് വരുന്നുണ്ട്. എല്ലാം ഈ ഭാഗത്ത് തെരച്ചിലിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അത് വലിയ യന്ത്രങ്ങൾ തന്നെയാണ്. കാരണം അത് ഏത് മോശം ടെറൈനിലും ഉപയോഗിക്കാൻ കഴിയുന്ന വലിയ യന്ത്രങ്ങളാണ്. അതാണ് ഇപ്പോൾ അവിടേക്ക് പോകുന്നത്. അതൊരു വലിയ ആശ്വാസവുമാണ്. കാരണം എത്രയും വേഗം തെരച്ചിൽ നടത്തുക, മണ്ണിനടിയിൽ ജീവന്റെ ഒരു കണികയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് കൊണ്ടുവരിക, അത് അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരിക എന്ന വലിയ ദൗത്യത്തിനാണ് ആ യന്ത്രങ്ങളൊക്കെ അവിടേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്തുകൂടിയാണ് മുണ്ടക്കൈ മേഖലയിലേക്ക് രക്ഷാപ്രവർത്തകർ പോകുന്നത്. അവരുടെ യാത്ര അവിടെ റോഡ് കുറച്ച് പൊളിഞ്ഞു കിടന്നിരുന്നു. അതൊക്കെ ഇപ്പോൾ റെഡിയായി. അതിലൂടെ ആളുകൾ അതുപോലെ തന്നെ ജീപ്പുകളൊക്കെ കടന്നു പോകുന്നുണ്ട്. ഈ ദൗത്യത്തിന് വേണ്ടുന്ന സാമഗ്രികളൊക്കെ അവിടേക്ക് കൊണ്ടുപോകുന്നുണ്ട്. രാവിലെ തന്നെ ഏതാണ്ട് 200ഓളം ആളുകൾ ആ ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. സംഘങ്ങളായി തിരഞ്ഞ് അവരും ഇപ്പോൾ ഈ NDRFനെയും ആർമിയെയും സഹായിക്കുന്ന തരത്തിൽ അവരുടെ പ്രവർത്തനവും അവിടെ ഉണ്ടാകും എന്നാണ് അറിയിച്ചത്. ഇന്ന് ഏറ്റവും വലിയ പ്രതിസന്ധി ഇവിടെ റെഡ് അലേർട്ടാണ് എന്ന് പറയുമ്പോൾ ചാറ്റൽ മഴയാണെങ്കിലും അതിങ്ങനെ തുടർച്ചയായി പെയ്തും 1-2 തവണ വലിയ മഴ ഇവിടെ പെയ്തിരുന്നു. ഈ മേഖലയിൽ തെരച്ചിലിന് വിജയകുമാറാണ് ചൂരൽമലയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നെഞ്ചിടിപ്പോടെ മാത്രമേ നമുക്ക് വയനാട്ടിൽ നിന്ന് വരുന്ന വാർത്തകൾ പ്രേക്ഷകരെ അറിയിക്കാൻ കഴിയും. ഇപ്പോൾ മറ്റൊരു വാർത്ത വരുന്നത് വയനാട് ജില്ലയിലെ ചൂരൽമലയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവരുടെ സഹായം അഭ്യർത്ഥിച്ചുള്ള മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ പ്രചാരണം നടത്തിയതിന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു എന്ന് വാർത്ത വരുന്നു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാക്കുന്നവരെ കർക്കശമായി നേരിടുമെന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. ഒരു കാരണവശാലും കക്ഷി രാഷ്ട്രീയത്തിൻ്റെയോ മറ്റെന്തെങ്കിലും പരിഗണനയുടെ പേരിൽ ഈ മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥനയെ നമ്മൾ എതിർക്കരുത്. മാത്രമല്ല, വയനാട്ടിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുള്ള സർക്കാരിൻ്റെ എല്ലാ ചുമതലകൾക്കും ഇപ്പോൾ ഏറ്റവും വലിയ കടുത്ത പിന്തുണ നൽകേണ്ട സമയമാണ്. ഇപ്പോൾ അപകടസന്ധിയിലോ ദുരന്ത മുനമ്പിലോ അല്ല നമ്മൾ ഇത്തരം കക്ഷി രാഷ്ട്രീയത്തിന് നിറം കാണിക്കേണ്ടതെന്ന് കൂടി നമ്മൾ പറയുന്നു. മാത്രമല്ല, എന്തെങ്കിലും വീഴ്ചകൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുണ്ടെങ്കിൽ അതിനൊക്കെ കണക്ക് ചോദിക്കാൻ പിന്നീട് നമുക്ക് അവസരം കിട്ടും എന്ന് മാത്രം പറയുന്നു. ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പരമാവധി പണം എത്തിക്കുവാനും മറ്റുള്ള സഹായങ്ങൾ എത്തിക്കുവാനും ജനങ്ങൾ പ്രതിജ്ഞാബദ്ധമാകണം എന്നാണ് ഒരു ഉത്തരവാദപ്പെട്ട വാർത്താ ചാനൽ എന്ന നിലയിൽ 24-ന് പറയാനുള്ളത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് ചില അവധികൾ കൂടി പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുത്താനുണ്ട്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, മലപ്പുറം, കോഴിക്കോട്, തൃശ്ശൂർ, പാലക്കാട്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട എന്നീ ജില്ലകളിൽ ഇന്ന് അവധിയായിരിക്കും. കോട്ടയം ജില്ലയിലെ മീനച്ചൽ, കാഞ്ഞിരപ്പള്ളി താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവധിയുള്ള ജില്ലകളുടെ പേരുവിവരങ്ങൾ ഞാൻ ഒന്നുകൂടി പറയാം. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, മലപ്പുറം, കോഴിക്കോട്, തൃശ്ശൂർ, പാലക്കാട്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട. അതേപോലെ കോട്ടയം ജില്ലയിലെ മീനച്ചൽ, കാഞ്ഞിരപ്പള്ളി താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയായിരിക്കും. ഈ
മറ്റൊരു വാർത്തയിലേക്ക് വരേണ്ടത് സംസ്ഥാനത്ത് നിന്നും അതിശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയുന്നു. രക്ഷാദൗത്യം 3-ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വേളയിൽ മഴ ശക്തമാകുന്നുവെന്ന വാർത്ത നമ്മളെ വല്ലാതെ അലോസരപ്പെടുന്നു. വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴ കനക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതുകൊണ്ട് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കേരള, തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനും സാധ്യതയുള്ളതുകൊണ്ട് മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു.